ഈ കാര്യത്തിൽ ആൾക്കാർ ജഡ്ജ് ചെയ്താൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് മൂവി തിയേറ്ററിൽ ഒറ്റയ്ക്ക് പോകുവാനാണ് ഇഷ്ടം. ബുധനാഴ്ച രാത്രി തിയേറ്ററിൽ പോകാമെന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. അധികം ആൾക്കാരൊന്നും ആ സമയത്ത് തിയേറ്ററിൽ പോകാറില്ല. എനിക്ക് ആൾക്കൂട്ടം ഇഷ്ടമല്ല. അത് ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇത് നടക്കുന്നത് 2017 അഥവാ കോവിഡ് വരുന്നതിന് 3 വർഷം മുൻപ്. അധികം ആൾക്കാർക്കൊന്നും അറിയാത്ത സിനിമ കാണാൻ വേണ്ടിയാണ് ഞാൻ പോയത്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ തിയേറ്ററിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ ഏറ്റവും മിഡിൽ സീറ്റിലാണ് പോയി ഇരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ കാൽ മുന്നത്തെ സീറ്റിൽ വെച്ചു. അങ്ങനെ ഏകദേശം 20 മിനിറ്റ് കഴിയുകയാണ്. ആ സമയം കുറച്ച് റോകളുടെ മുന്നിൽ ഒരാൾ ഇരിക്കുന്നതായി ഞാൻ കണ്ടു. അയാൾ കയറി വരുന്നത് ഞാൻ കണ്ടില്ല. എനിക്ക് ഉറപ്പാണ് സിനിമ തുടങ്ങിയപ്പോൾ ഞാൻ മാത്രമാണ് ആ ഹാളിൽ ഉണ്ടായിരുന്നത്. അയാൾ ഇരിക്കുന്നത് നോർമലായിട്ടല്ലായിരുന്നു. എനിക്ക് കറക്റ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം ആ സമയം സിനിമയിലെ സീനാണെങ്കിൽ ഡാർക്ക് റൂമിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അയാളുടെ തലയുടെ പകുതി മാത്രമാണ് എനിക്ക് ആ സമയം കാണാൻ വേണ്ടി സാധിച്ചത്. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അയാൾ സിനിമയിലോട്ടേക്കല്ല നോക്കുന്നത്, അയാൾ എന്നെയാണ് നോക്കുന്നത്. പക്ഷേ അത് മനസ്സിലാക്കാൻ വേണ്ടി പാടായിരുന്നു. അപ്പോഴാണ് സിനിമയിലത്തെ സീൻ ചേഞ്ച് ആയത്. അങ്ങനെ തിയേറ്ററിൽ നല്ല വെളിച്ചം വന്നു. എത്രത്തോളം ബ്രൈറ്റായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യൻ എന്നെയാണ് നോക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അത്രത്തോളം ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നു. അയാളുടെ മുഖം വിളറിയും പിന്നെ ജീവനില്ലാത്ത പോലെയുമായിരുന്നു കാണുവാൻ. എനിക്ക് അയാളുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി തോന്നിയില്ല. കാരണം ഞാനൊരു പക്ക ഇൻട്രോവേർട്ടാണ്. കുറച്ച് നിമിഷത്തിന് ശേഷം മൂവിയിലെ സീൻ ഡാർക്കായി. അങ്ങനെ അയാളെ എനിക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്നിട്ടും എനിക്ക് സിനിമയിലോട്ടേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ഞാൻ ആ സമയം അൺകംഫേർട്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയമായിരുന്നു. ഞാൻ എൻ്റെ സീറ്റിൽ തന്നെ ഇരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞു. എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ മറക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോഴാണ് അയാളുടെ തല എൻ്റെ മുന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് റോ കൂടെ അടുത്തായിരുന്നു. വെറും 3 റോ മുൻപിലായിട്ടാണ് ആ ഒരു മനുഷ്യൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് അയാളുടെ മുഖം കൃത്യമായി കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നു. ജീവനില്ലാത്ത കണ്ണുകൾ, പിന്നെ ജീവനില്ലാത്ത ഭാവവും. ഞാനെന്തായാലും അവിടെ നിന്നും എഴുന്നേറ്റു. എക്സിറ്റിലോട്ടേക്ക് പോകണമെങ്കിൽ എനിക്ക് അയാളുടെ റോ കടന്നിട്ട് വേണം പോകുവാൻ വേണ്ടി. അങ്ങനെ ഞാൻ പാസ് ചെയ്തപ്പോൾ ഞാൻ അവിടെ ഒന്ന് വെറുതെ നോക്കി, അതായത് അയാൾ ഇരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അയാൾ അവിടെ ഇരിക്കുകയായിരുന്നില്ല. പകരം നമ്മൾ നമ്മുടെ ദുസ്വപ്നങ്ങളിലൊക്കെ കാണില്ലേ, അതായത് അയാളുടെ ബോഡി താഴെ കിടക്കുകയാണ്. പക്ഷെ അയാളുടെ തലയാണെങ്കിൽ ഒരു വടിയിൽ കുത്തി വെച്ചിട്ടുണ്ട്. അത് റിയലാണോ അഥവാ പ്രാങ്കാണോ എന്ന് എനിക്ക് നോക്കാൻ വേണ്ടി തോന്നിയില്ല. അങ്ങനെ ഞാൻ എക്സിറ്റിലോട്ടേക്ക് ഓടി. അങ്ങനെ ഞാൻ വീട്ടിലോട്ടേക്ക് ഡ്രൈവ് ചെയ്തു. ആ തല കാണാൻ റിയൽ പോലെയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഓണാക്കി ആ ഒരു സ്ഥലത്തെ പറ്റി റിസർച്ച് ചെയ്യുകയാണ്. അതായത് ആ ഒരു സ്ഥലത്തിൽ ആരെങ്കിലും മിസ്സിങ് ആയിനോ അഥവാ മരണപ്പെട്ടിനോ എന്ന്. അങ്ങനെ എനിക്ക് ഒരാളെ കാണുവാൻ വേണ്ടി സാധിച്ചു. 3 മാസം മുന്നേ ഒരാൾ അവിടെ മിസ്സിങ് ആയിരുന്നു. 24 വയസ്സുള്ളൊരു ആൺകുട്ടിയായിരുന്നു. പക്ഷെ എന്നെ ഭയപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മിസ്സിങ് ആയ കുട്ടിയെയും പിന്നെ തിയേറ്ററിൽ വെച്ച് കണ്ട ആ ഒരു വ്യക്തിയും കാണാൻ ഒരേപോലെയായിരുന്നു. ഇതെൻ്റെ മനസ്സ് ഉണ്ടാക്കുന്നതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് സത്യമാണെന്നാണ്. പക്ഷെ ഞാൻ ഈ ഒരു അനുഭവം ഇതുവരെ ആരോടും പങ്കുവച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് നിങ്ങളോട് പറയുന്നത്.